ഹായ് നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഞാൻ ഇന്ന് അക്വേറിയസിന് വേണ്ടിയിട്ട് 2026 ഇയർലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാം മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. അക്വേറിയസ്, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി 2026ൻ്റെ? നിങ്ങളുടെ ഓവറോൾ എനർജി ജഡ്ജ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടി ജാനുവരി തൊട്ടിട്ട് മാർച്ച് വരെ എന്തായിരിക്കും എനർജി? ജാനുവരി ടു മാർച്ച് നിങ്ങൾക്ക് 6 ഓഫ് വാൻഡ്സ് ആണ്. ഏപ്രിൽ മെയ് ജൂണിൽ നിങ്ങൾക്ക് സ്റ്റാറിൻ്റെ എനർജിയാണ്. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ 10 ഓഫ് സോഡ്സ് ആണ്. ഒക്ടോബർ നവംബർ ഡിസംബറിൽ 3 ഓഫ് സോഡ്സ് ആണ്. എന്താണ് ഔട്ട്കം? അപ്പോൾ അക്വേറിയസ്, ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓക്കെ, അപ്പോൾ ജഡ്ജ്മെൻറ്റ് കാർഡ് ഇവിടെ ഒരു ഡെസ്റ്റിനിയുടെ കാർഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് 2026 നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ഇയർ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ തുടക്കം മാതിരി ഒരു എനർജി കാണാണ്ട്. അപ്പോൾ 2026 അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ സിഗ്നിഫിക്കൻറ്റ് സമയമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണത്. എന്തോ ഒരു പുതിയ തുടക്കം, എന്തോ പാസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ വിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോണു. പക്ഷേ ഇവിടെ ഒരു ഹെസിറ്റൻസി ഉണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. നിങ്ങൾക്കൊരു പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല എന്താ ഉണ്ടാവുകയെന്ന് നിങ്ങൾക്കറിയില്ല. എങ്ങനെയാണ് ഇതിനെ മുമ്പോട്ടാണോ പോകേണ്ടത്, എന്താണ് തീരുമാനം എടുക്കേണ്ടത്, അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ട്, ഇത് വർക്കൗട്ട് ആവുമോ ഇല്ലേ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തിന് ഞാൻ കാണുന്നത് നിങ്ങൾ കുറേ ഒരു സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണു. എന്താ വെച്ചാൽ ഇവിടെ ഡെസ്റ്റിനിയാണ് നിങ്ങളെ ഒരു പുതിയ തുടക്കത്തിലേക്ക് കൊണ്ടുപോകണത്. പക്ഷെ നിങ്ങൾ ഷുവർ അല്ല ഇത് വർക്കൗട്ട് ആവോ ഇല്ല എന്ന്. യൂണിവേഴ്സ് ഇവിടെ പറയണത് നിങ്ങൾക്ക് കുറേ സക്സസ് ഉണ്ട്, കുറേ ട്രാവൽഡ് എനർജി ഞാൻ കാണുന്നുണ്ട് 2026. കുറേ കാര്യങ്ങൾ മുമ്പോട്ട് പോകണു നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ആ ഫ്ലോയിൽ പോകാനാണ് യൂണിവേഴ്സ് പറയണത്. പക്ഷെ നമ്മൾക്ക് ബാക്കിയുള്ള കാർഡ്സ് നോക്കാം. നിങ്ങളുടെ ആദ്യത്തെ 3 മാസം ജാനുവരി ഫെബ്രുവരി മാർച്ച് ഞാൻ കാണുന്നത് കുറേ സക്സസ്സുള്ള സമയമാണ്. കുറേ റിവാർഡ്സ് വരണ ടൈമാണ്. കരിയറിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് നല്ല സമയമാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ സിംഗിൾ ആണെന്ന് വെച്ചാൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. പൊതുവേ ഞാൻ കാണുന്നത് കുറേ അറ്റൻഷൻ ഉണ്ട്. നിങ്ങൾക്ക് കുറേ അറ്റൻഷൻ കിട്ടണു. റിലേറ്റീവ്സും എന്താ പറയുക, വീട്ടിൻ്റെ ആൾക്കാരും പുറമെയുള്ള ആൾക്കാരും എല്ലാവരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണു. നിങ്ങളുടെ ബോസ് നിങ്ങളുടെ കാര്യത്തിൽ കുറേ ഹാപ്പിയാണ്. അപ്പോൾ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് ആദ്യത്തെ 3 മാസത്തിൽ. വീൽ ഓഫ് ഫോർച്യൂൺ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ 3 മാസം കുറേ ലക്കി മാസങ്ങളാണ്. കുറേ നല്ല സമയം വരണ എനർജി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, കുറേ ഗുഡ് ഫോർച്യൂൺ, ഗുഡ് ലക്ക്, അങ്ങനത്തെ എനർജിയാണ് കാണുന്നത്. റിലേഷൻഷിപ്പും നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കാൻ പോണേ. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ആദ്യത്തെ 3 മാസം നല്ല ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അവിടെ. അടുത്ത 3 മാസം ഏപ്രിൽ മെയ് ജൂൺ സ്റ്റാർ എനർജി ഉണ്ട്. സ്റ്റാർ അക്വേറിയസിൻ്റെ തന്നെ എനർജിയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് എന്തോ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ എസ്പെഷ്യലി റൊമാൻറ്റിക് ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സിംഗിൾ ആണെന്ന് വെച്ചാൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകണു. കുറേ റൊമാൻസ് ഉണ്ട്. റൊമാൻറ്റിക് ലൈഫിൽ എന്തോ നല്ല പ്രോഗ്രസ് ഉണ്ടാവണു. നിങ്ങൾക്ക് വേണ്ട മാതിരി പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യണു. നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഒരു പേഴ്സൺ ഉണ്ട് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നു. അപ്പോൾ നല്ല പോസിറ്റീവ് കാർഡ്സാണ് ഇവിടെ വന്നിരിക്കണേ. ട്രാവൽ ഞാൻ കാണുന്നുണ്ട്. എസ്പെഷ്യലി പുറമേ പോകാനുള്ള പ്ലാൻ ഉണ്ട് വെച്ചാൽ ആ 3 മാസം നല്ല പോസിറ്റീവ് ന്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവരോ എൻഗേജ്മെൻറ്റ് ഇല്ല വെച്ചാൽ ഒരു കല്യാണത്തിൻ്റെ തീരുമാനം എടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് ഏപ്രിൽ മെയ് ജൂൺ ആയിരുന്നു. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും എന്തോ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഒരു കണക്ഷൻ, ഒരു റിലേഷൻഷിപ്പ്, ഒരു സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ഒരു എൻഡിങ് ആണ്. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഏതും വേണ്ട റിലേഷൻഷിപ്പിലാവാം, ഫാമിലിയുടെ കൂടെ ആവാം, ഫ്രണ്ട്സിൻ്റെ കൂടെ ആവാം, അതല്ല വെച്ചാൽ ഒരു പാർട്ട്ണർഷിപ്പിൽ അങ്ങനെയും ആവാം, ജോലിയുടെ കാര്യത്തിലും ആവാം. 10 ഓഫ് സോഡ്സ് ഇവിടെ എന്താണ്? അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഫിനാൻഷ്യൽ കാര്യമായിരിക്കും.
ഫിനാൻഷ്യലി ഏതൊരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു, അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ സൂക്ഷിക്കണം, ഫിനാൻഷ്യൽ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കണം. അതുമാത്രമല്ല റിലേഷൻഷിപ്പിലും ഞാൻ കാണുന്നത് ഒരു അഫെയറിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു ചീറ്റിങ്ങിൻ്റെ എനർജി ഉണ്ട്. അതുണ്ടായിട്ടും നിങ്ങളെ ഇവിടെ ഗിവ് അപ്പ് ചെയ്യണില്ല. ഇവിടെ കുറേ ചാലഞ്ചസ് ഉണ്ട്. ആ 3 മാസം കുറച്ചൊരു നിങ്ങൾക്ക് പേഷ്യൻ്റ്ലി സൂക്ഷിക്കാണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഞാനൊരു അഫെയർ കാണാണ്ട്. അതുമാത്രമല്ല ഞാൻ പറഞ്ഞ മാതിരി ഫിനാൻഷ്യലിയും കുറച്ചൊരു സ്കാം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആരോ നിങ്ങളെ ചീറ്റ് ചെയ്യണ എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. കുറേ പുതിയ തുടക്കം ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി കുറച്ചൊരു ചാലഞ്ചിങ് 3 മാസമാണ് അത് നിങ്ങൾക്ക് വേണ്ടി. അതുമാത്രമല്ല ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ കുറേ ഇമ്പൾസീവായി ആക്ഷൻ എടുക്കുക. അതും നിങ്ങൾക്ക് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ മേ ബി നിങ്ങളെല്ലാം കാര്യങ്ങൾ ശരിക്കും റീസേർച്ച് ചെയ്തിട്ടല്ല മുമ്പോട്ട് പോണേ. നിങ്ങൾക്ക് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തോന്നുമ്പോൾ അപ്പോഴേക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടത്. പക്ഷെ കുറച്ച് സൂക്ഷിച്ചിട്ട് എല്ലാം കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം മുമ്പോട്ട് പോവാം. അടുത്ത 3 മാസം ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇവിടെ 3 of Swords ആണ്. അപ്പോൾ ഇതൊരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഫൈനലി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണു, അതെന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ എനിക്ക് മൂവ് ഓൺ ചെയ്യണം. അതാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു സെപ്പറേഷൻ്റെ എനർജിയും ഉണ്ട്. ചിലവർ ഞാൻ കാണുന്നത് ഡിവോഴ്സിൻ്റെ എനർജിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫാമിലി ഞാൻ പറഞ്ഞ മാതിരി ഒരു ഫാമിലി ഇഷ്യൂ ആയിരിക്കാം, അതല്ല വെച്ചാൽ ഒരു മാരേജിൽ ഇഷ്യൂവും ആവാം. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 2026 എന്താണ്? കിങ് ഓഫ് സോഡ്സ് ആണ് ചാലഞ്ച്. അപ്പോൾ ഇവിടെ കിങ് ഓഫ് സോഡ്സ് വന്നിരിക്കണു, ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ പ്രാക്ടിക്കലായി കാര്യങ്ങൾ ചിന്തിക്കുക. പിന്നെ 4 of Swords ഒരു സെപ്പറേഷൻ്റെ എനർജിയാണ്. ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സൻ്റെ കൂടെ ഞാനൊരു സെപ്പറേഷൻ എനർജി കാണുന്നുണ്ട്. ഹെൽത്തിൻ്റെ കാര്യത്തിലും സൂക്ഷിക്കണം, കുറേ റെസ്റ്റ് എടുക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെച്ചാൽ. ഡോക്ടർ, ലോയർ അവരുടെ കൂടെയൊക്കെ ചില ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 2026 നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ കുറേ ഡീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ അതിലും ചില ചാലഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏസ് ഓഫ് സോഡ്സ് എല്ലാം കാര്യങ്ങൾ ക്ലാരിറ്റിയുടെ കൂടെ വേണം ഡീൽ ചെയ്യുക. ഓക്കെ, കുറേ പ്രാക്ടിക്കലായിട്ട് വേണം കാര്യങ്ങൾ നോക്കുക. പറഞ്ഞാൽ ഇമോഷണലായിട്ട് ഒട്ടും നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. എന്തോ ഒരു സ്റ്റാഗ്നൻ സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി അത്ര ഒരു ഈസി ആയിരിക്കില്ല. ഓക്കെ, കാര്യങ്ങൾ കുറച്ച് ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? 2026 അഡ്വൈസ് നിങ്ങൾക്ക് 3 of Cups ആണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളെ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ് അല്ലാണ്ട് വേറെ ഫാമിലി മെമ്പേഴ്സും ചിലപ്പോൾ ആ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വീൻ ഓഫ് വാൻഡ്സ് ഞാൻ കാണുന്നുണ്ട്. ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൻ്റെ കൂടെ എന്തോ ഞാൻ കാണുന്നത് ഇവരുടെ സപ്പോർട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറേ ഒരു ഹെൽപ്പ് കിട്ടും അവരുടെ സൈഡിൽ നിന്ന്. അതുമാത്രമല്ല എല്ലാം കാര്യത്തിൽ യൂണിവേഴ്സ് പറയണത് നിങ്ങൾക്ക് കുറച്ച് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ചില സ്റ്റാഗ്നൻ സിറ്റുവേഷൻസ് ഉണ്ട്, ബ്ലോക്സ് ഉണ്ട്. പക്ഷേ ആ ബ്ലോക്സൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അത് ഉടനെ നിങ്ങൾക്ക് ചിലപ്പോൾ സൊല്യൂഷൻസ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എന്താണ് ഔട്ട്കം? നിങ്ങളുടെ 2026 ഔട്ട്കം 3 ആണ്. അപ്പോൾ 3 എനർജി ഒരു ഫിയർ, ആങ്സൈറ്റിയുടെ എനർജിയാണ്, സീക്രറ്റ്സിൻ്റെ എനർജിയുമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എന്താണ് ഫ്യൂച്ചർ ഉണ്ടാവുക എന്ന്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് കുറേ ആങ്സൈറ്റി ഉണ്ടാവണു, കുറേ സ്ട്രെസ്സ് നിങ്ങൾ എടുക്കണു. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് എടുക്കാൻ പറയണത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല, അത് നിങ്ങൾ മുമ്പോട്ട് പോയാലേ അറിയുള്ളൂ എന്താ ഉണ്ടാവുക എന്ന്. അപ്പോൾ എല്ലാത്തിലും നിങ്ങൾക്കൊരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. ചിലതൊക്കെ നിങ്ങൾക്കൊരു ഫെയ്ത്ത് വെച്ചിട്ട് വേണം മുമ്പോട്ട് പോവാം. 5 of Swords കുറേ നെഗറ്റീവ് എനർജീസും ഉണ്ട്. അപ്പോൾ എല്ലാവരോടും എല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കണമെന്ന് വെച്ചാൽ എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. വേണ്ടപ്പെട്ട ആൾക്കാരോട് നിങ്ങൾ പറയുക. പക്ഷേ അതിലും സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഇവിടെ കുറേ ജെലസ് എനർജീസ് ഉണ്ട്. അതുമാത്രമല്ല കുറേ ഒരു അൺഹെൽതി കോമ്പറ്റീഷൻ മാതിരി ഒരു എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡ്രാമ കുറേ ഉണ്ട്. കുറേ ആൾക്കാർ നിങ്ങളെ നെഗറ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറയണു,
അങ്ങനെ കുറേ നെഗറ്റീവ് എനർജീസ് കാണാണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ. എന്താ വെച്ചാൽ അവിടെയാണ് നിങ്ങൾക്ക് റെക്കഗ്നിഷൻ കിട്ടണേ. അപ്പോൾ അവിടെ യൂണിവേഴ്സ് പറയണത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഡ്രാമ കൂടുതൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇൻവോൾവ് ആവരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുക, നിങ്ങളുടെ ജോലിയിൽ ഫോക്കസ് ചെയ്യുക. മറ്റേ കാര്യങ്ങളൊക്കെ പോളിറ്റിക്സിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ആവരുത്. ഓഫീസ് പോളിറ്റിക്സിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതിനെ ഇഗ്നോർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ 2026 ജനറൽ റീഡിങ്. നമ്മൾക്കിപ്പോൾ എന്താണ് നിങ്ങളുടെ ഏത് മാസമാണ് നിങ്ങളുടെ ഏറ്റവും പോസിറ്റീവ് മന്ത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി, ജൂലൈ. ഓക്കെ, 2 കാർഡ്സ് വന്നിരിക്കണം. ഫെബ്രുവരിയും ജൂലൈ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള മന്ത് ഏതാണ്? ഡിസംബർ. ഓക്കെ, ഏറ്റവും ചാലഞ്ചിങ് ആയ മാസം ഡിസംബറാണ്. അപ്പോൾ അക്വേരിയസ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വേണം, 2026 എങ്ങനെയായിരിക്കും നിങ്ങൾക്കെന്ന് അറിയണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് പക്ഷേ എന്നെ കോൺടാക്റ്റ് ചെയ്ത് ഒരു പേഴ്സണൽ റീഡിങ്ങിൻ്റെ ബുക്കിംഗ് ചെയ്ത് ഡീറ്റെയിൽസൊക്കെ ഞാൻ അപ്പോൾ അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.